ഞാനൊരു കസേരയിട്ട് അമ്മയുടെ അടുത്ത് ഇരുന്നു. അപ്പം അമ്മയുടെ ആ മുഖത്തുണ്ടായ മാറ്റം അതെനിക്ക് മനസ്സിലായി. ആ കരച്ചിൽ നിർത്തി ലാസ്റ്റ് അമ്മ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. കുടുംബങ്ങളിൽ നടക്കുന്നത് ഇത് തന്നെയാണ്, പലരും അറിയുന്നില്ല എന്താണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്കും. നമസ്കാരം, ഞാൻ സോന ബിജു. രാജഗിരി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഏഞ്ചൽസ് വോയ്സ് പോഡ്കാസ്റ്റിൻ്റെ 4ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഇടയ്ക്കൊരു ബുക്ക് വായിക്കാനിടയായി. ആ ബുക്കിൽ പാലിയേറ്റീവ് പേഷ്യൻസിനെ പറ്റിയും അവർക്ക് കൊടുക്കുന്ന നഴ്സിംഗ് കെയറിനെ പറ്റിയും ഉള്ളതാണ്. നമ്മുടെ ഹോസ്പിറ്റലിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്പെഷ്യലൈസ് ചെയ്ത നഴ്സുണ്ട്, മിസ് ഷാമിലി വർഗീസ്. നമസ്കാരം സിസ്റ്റർ. നമസ്കാരം. ഏഞ്ചൽസ് വോയ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂണീക്ക് സ്പെഷ്യാലിറ്റിയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ സ്പെഷ്യാലിറ്റിക്ക് സിസ്റ്റർ എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഇരിക്കെ തന്നെ എന്നിലുണ്ടായ ചെറിയ ചെറിയ തിരിച്ചറിവുകളും അനുഭവങ്ങളൊക്കെയാണ് എന്നെ, അതായത് ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ, പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും പ്രതീക്ഷ നൽകാനായിട്ട്, ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും നൽകാനായിട്ട് പാലിയേറ്റീവ് കെയറിന് സാധിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടറിഞ്ഞതാണ്. ഇതാണ് എന്നെ ഒരു പാലിയേറ്റീവ് നഴ്സ് ആവാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയത്. സിസ്റ്റർ ഇപ്പം പാലിയേറ്റീവ് കെയറിലേക്ക് വന്നിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് കാണത്തില്ല? അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ഞാനിങ്ങനെ പാലിയേറ്റീവ് നഴ്സിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഞങ്ങളുടെ HOD ഡോക്ടർ ബിജുരാഘവൻ സാറായിരുന്നു. അതെ, എൻ്റെ മെൻറ്ററും കൂടിയാണ് സാറ്. അപ്പോൾ സാറിൻ്റെ കൂടെ ഞങ്ങൾ കൂടുതലും IP പേഷ്യൻസിനെയാണ് കാണാൻ പോകുന്നത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്. അന്ന് ഞങ്ങൾ പോയതൊരു പീഡിയാട്രിക്, അത് 5 വയസ്സായ ഒരു കുട്ടിയുടെ അടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയി റൗണ്ട്സ് എടുത്തു, തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. പിറ്റേ ദിവസം സാറ് എന്നോട് പറഞ്ഞു, ഷാമിലി പോയി റൗണ്ട്സ് എടുത്തിട്ട് എന്നോട് വന്ന് ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. ഞാൻ ചെന്നു, പേഷ്യൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാവസ്ഥ മൂർച്ഛിച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയ കുട്ടിയായിരുന്നു. അതുപോലെ കാലൊക്കെ നീര് വെച്ച് കളറൊക്കെ മാറി അങ്ങനെ ഒരു അവസ്ഥയിലുള്ള കുട്ടിയായിരുന്നു. ഞാൻ ഏതൊരു നഴ്സും ചെയ്യുന്ന പോലെ കൊച്ചിൻ്റെ കണ്ടീഷനൊക്കെ എഴുതി നോട്ടൊക്കെ ചെയ്തു. അപ്പോൾ കുട്ടിയുടെ അമ്മ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ ഫോണൊക്കെ എടുത്ത് കുട്ടിയുടെ പഴയ കാര്യങ്ങൾ, കൊച്ചു ജനിച്ച മുതലുള്ള കാര്യങ്ങൾ, ഫോട്ടോകൾ ഒക്കെ എടുത്ത് അമ്മ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്നെ കാണിച്ച് നമുക്ക് ഒരിക്കലും. അതെ, തീർച്ചയായിട്ടും. അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഏതൊരാളും ചെയ്യുന്ന പോലെ ഞാൻ അമ്മേനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അമ്മയുടെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ സംസാരം അവിടെ നിർത്തി, കരച്ചിലും നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വാക്കുകൾ അമ്മയ്ക്ക്. അതെ, ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി സാറിൻ്റെ അടുത്ത് ചെന്നു. പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ, കൊച്ചിനെ കണ്ട കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഷാമിലി അവിടെ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അസസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അമ്മ ഭയങ്കര ഇമോഷണലി ഡിസ്ട്രെസ്സായി കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് അമ്മേനെ ആശ്വസിപ്പിച്ചു. കരയണ്ട, തോളത്തൊക്കെ തട്ടി കരയണ്ട, എല്ലാം ശരിയാകും, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അമ്മ കരച്ചിലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോടൊരു കാര്യം ചോദിച്ചു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സോനയുടെ അടുത്ത് ചോദിക്കുകയാണേ, സോനയാണ് ആ ഒരു അമ്മയുടെ സ്ഥാനത്തെങ്കിൽ ഒരു നേഴ്സ് എന്ന രീതിയിൽ ഞാൻ ആശ്വസിപ്പിച്ച വാക്കുകൾ അത് സോനയ്ക്ക് തൃപ്തികരമാകുമായിരുന്നോ? തീർച്ചയായിട്ടും പറയുവാണെങ്കിൽ തൃപ്തികരമല്ല. കാരണം നമുക്കറിയാം എല്ലാം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു സിറ്റുവേഷൻ നമുക്ക് അറിയാം. അതെ, തീർച്ചയായിട്ടും. ആ അമ്മയ്ക്ക് അറിയാം. ഇപ്പം ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്, എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊന്ന് ചിന്തിച്ചു, ഞാനാണ് അമ്മയുടെ സ്ഥാനത്തെങ്കിൽ എനിക്കറിയാം ഇത്രയും നാൾ, ഒരു 5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മകൻ ഇനി കുറച്ച് നാളുകളെ എൻ്റെ അടുത്തുള്ളൂ, അവൻ്റെ അസുഖം മൂർച്ഛിച്ചു, ഇതെല്ലാം എനിക്കറിയാം. ആ അറിയാവുന്ന അമ്മയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചത്. അപ്പം എനിക്കൊരു തിരിച്ചറിവുണ്ടായി, എന്തുകൊണ്ട് അമ്മ എന്നോടുള്ള സംസാരം നിർത്തി, എന്തുകൊണ്ട് അമ്മ കരച്ചിൽ നിർത്തി. എൻ്റെ ആശ്വാസവാക്കുകൾ കേട്ടിട്ടല്ല, ഞാൻ കൊടുത്ത ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ ഞാൻ അമ്മയ്ക്ക് അവിടെ കൊടുത്തു. അതിൽ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് അമ്മ എന്നോടുള്ള സംസാരം നിർത്തിയത്. ഈ തിരിച്ചറിവ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കി ഞാൻ വീണ്ടും ആ റൂമിലേക്ക് ഈവനിങ് ചെന്ന് കഴിഞ്ഞ് അപ്പോൾ കൊച്ചു അൺകോൺഷ്യസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതായത് മയക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു കസേരയിട്ട് അമ്മയുടെ അടുത്ത് ഇരുന്നു.
അപ്പം അമ്മയുടെ ആ മുഖത്തുണ്ടായ മാറ്റം അതെനിക്ക് മനസ്സിലായി. അമ്മ ആദ്യത്തെ പോലെ തന്നെ ഫോൺ എടുത്തിട്ട് ഈ കുട്ടിയുടെ പഴയകാല ഫോട്ടോകൾ, അതായത് ആ കൊച്ച് ജനിച്ച് മുതൽ ഈ നിമിഷം വരെയുള്ള ഓരോ ഫോട്ടോകളും കാണിച്ച് അമ്മ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പം എന്നോട് പറയണത്, സിസ്റ്റർ നോക്ക് സിസ്റ്റർ, ഇപ്പോൾ കിടക്കുന്ന എൻ്റെ മകനെ കണ്ടോ, ഇതിന് മുമ്പുണ്ടായ മകനെ കണ്ടോ, എൻ്റെ കൂടെ എന്നെ ചുറ്റും ഏത് നേരം അമ്മ അപ്പ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നടന്ന മോനാ, ഇപ്പം ഞങ്ങളൊരു അമ്മ എന്ന് പോലും വിളിക്കാൻ പറ്റാതെ കിടക്കുവാണ്. അമ്മയ്ക്ക് അതായിരുന്നു വേണ്ടത്, ഒരാളായിരുന്നു. അതെ, ഇതെല്ലാം പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പയ്യെ അമ്മയുടെ കരച്ചിൽ നിർത്തി. ഞാൻ 1 മണിക്കൂറോളം ആ റൂമിൽ സ്പെൻഡ് ചെയ്തു. ആ കരച്ചിൽ നിർത്തി ലാസ്റ്റ് അമ്മ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. ആ അമ്മയുടെ പിടുത്തത്തിൽ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തായിരുന്നു വേണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ എന്തായിരുന്നു എന്ന്. ആ ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. അപ്പം നമ്മൾ ഒരാൾക്കും അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കരുത്. ആ പ്രതീക്ഷ നമ്മളിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കും. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അമ്മയുടെ അടുത്ത് ആകെ ഒരു വാക്കേ പറഞ്ഞോളൂ, അമ്മയുടെ മകൻ ഏതൊരവസ്ഥയിലായിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിലായിക്കോട്ടെ ഞങ്ങളുണ്ടാവും. ആ ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നൊരു തോന്നലുണ്ടപ്പം മുന്നോട്ട് പോകാൻ ഒരു കാര്യം. ഞാൻ അവിടെ ഒരു അമ്മയ്ക്ക് ഒരു സപ്പോർട്ട് നൽകി. എന്തിനും ഞങ്ങൾ പാലിയേറ്റീവ് ടീം കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു സപ്പോർട്ട് നൽകിയിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഓരോരുത്തർക്ക് പാലിയേറ്റീവ് കെയറിനെ പറ്റി ചിന്താഗതികൾ കാണത്തില്ലേ? ഓരോ ചിന്താഗതികൾ എങ്ങനെ സിസ്റ്റർ എന്തൊക്കെ ഇതാണ്? ഞാനൊരു പേഷ്യൻറ്റിനെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ ക്ലിനിക്കൽ ഐഡൻറ്റിറ്റി എനിക്ക് അവിടെ വെളിപ്പെടുത്താൻ പറ്റാറില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് നമ്മുടെ അടുത്ത് പറയും, എന്നെ അറിയാവുന്നവരാണെങ്കിൽ പറയും സിസ്റ്ററെ പാലിയേറ്റീവ് നേഴ്സാണ് അല്ലെങ്കിൽ പാലിയേറ്റീവ് ടീമിൽ നിന്നുള്ളതെന്ന് പറയരുത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അതെന്താ പറഞ്ഞപ്പോൾ പേടിക്കും, നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റും. അതെ, ഞാൻ ഒരു പാലിയേറ്റീവ് നേഴ്സാണ് അല്ലെങ്കിൽ പാലിയേറ്റീവ് ടീം ഞങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു എന്താ പറയാ, മരണം അടുത്ത് വന്നു എന്നൊരു ഫീലിലേക്കായിരിക്കും. പാലിയേറ്റീവ് കെയറിൽ മരണം എന്ന വാക്കില്ല. അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണകളാണ്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും കൂടെ കംഫർട്ട് കെയർ കൊടുക്കാനുള്ളവരാണ് പാലിയേറ്റീവ് ടീം. അത് ഒത്തിരി ആളുകളുടെ ഈ തെറ്റായ ചിന്താഗതി ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു കൈ എടുക്കണം, കയ്യിൽ 5 വിരലുകളുണ്ട്. അതുപോലെ ഒരു പാലിയേറ്റീവ് കെയറിൽ ഒരു ഭാഗം മാത്രമേ ഈ എൻഡ് ഓഫ് ലൈഫ് കെയർ, അതായത് ജീവാന്ത്യ പരിചരണം ഉള്ളൂ. അല്ല നമ്മൾ കാണുന്ന എല്ലാ പേഷ്യൻസും എൻഡ് ഓഫ് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഉള്ള പേഷ്യൻസ് അല്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഈ രാജഗിരി ഹോസ്പിറ്റലിൽ 22 ഡിപ്പാർട്ട്മെൻറ്റിന് സപ്പോർട്ട് കെയർ കൊടുക്കുന്നുണ്ട്. അവരാരും ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയ പേഷ്യൻ്റ് അല്ല. അതാണ് എല്ലാവർക്കും തെറ്റായ ധാരണയാണ്, അവസാനം എത്തിയ പേഷ്യൻസിന് മാത്രമേ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അതെ അതെ അതെ, അത് നമ്മളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. പാലിയേറ്റീവ് കെയർ തന്നെ മെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ ഹോം കെയർ? അതെ, തീർച്ചയായിട്ടും എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടൊരു മെയിൻ ഘടകം ഈ ഹോം കെയർ തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 15 കിലോമീറ്ററിന് ചുറ്റളവിൽ നമ്മൾ ഹോം കെയർ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. 15 കിലോമീറ്റർ, അതും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ. കാരണം അത്രയ്ക്കും സ്റ്റാൻഡേർഡ്, നമ്മൾ ഹോസ്പിറ്റലിൽ എങ്ങനെ കെയർ കൊടുക്കുന്നോ അത്രയും സ്റ്റാൻഡേർഡും ക്വാളിറ്റി ആയിട്ടുള്ള കെയറാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നത് തന്നെ. അതിന് വേണ്ടിയിട്ട് വെൽ സെറ്റിൽ ആയിട്ടുള്ള നഴ്സസും ഡോക്ടേഴ്സും സോഷ്യൽ വർക്കറും ഡ്രൈവേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഷ്യൻസിന് എന്താണ് ആവശ്യം അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ന്യൂട്രീഷനിസ്റ്റിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, അതെ തീർച്ചയായിട്ടും വെൽ ട്രെയിൻഡ്, എല്ലാവരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീമാണ് നമ്മുടെ ഹോം കെയറിലുള്ളത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അവരുടെ അവസ്ഥകളും മനസ്സിലാവുന്നത്. നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്ന സെയിം ഒരു അറ്റൻഷൻ നമ്മൾ അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. സിസ്റ്റർ ഈ ഇടയ്ക്ക് ഹോം കെയറിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മാസത്തിൽ 1-2 പ്രാവശ്യം ഹോം കെയർ കമ്മ്യൂണിറ്റിയിൽ ഹോം കെയർ പോകാറുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓരോ കണ്ട പേഷ്യൻസിനെയും അവിടുത്തെ സാഹചര്യം കുറിച്ച് നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിക്കും. കാരണം അടുത്ത നീഡ് അവർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ഇടയിൽ നടന്നതാണ്. നമ്മുടെ ടീം പോയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അവരൊരു വീട്ടിൽ ചെന്ന് അച്ഛനും മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് തളർന്നിരിക്കണം. അപ്പോൾ ഇവർ ചോദിച്ചു, ഞങ്ങളുടെ നേഴ്സ് കൂടി ഉണ്ടായിരുന്ന നേഴ്സ് ചോദിച്ചു, എന്താ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഒന്നും കഴിച്ചില്ലേ? അപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞു. എന്താ കഴിച്ചതെന്ന് വെച്ചപ്പോൾ അവർ മിണ്ടണില്ല. എന്താ കഴിച്ചെന്ന് വെച്ചാൽ ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇവർ റിപ്പീറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി അപ്പം തന്നെ ചായയും എന്തോ സ്നാക്സും വാങ്ങി കൊണ്ടു കൊടുത്തു. അത് കിട്ടിയ വഴി അവർ വേഗം കഴിച്ചു. അപ്പം മനസ്സിലായി. പിന്നെ ചോദിച്ചു വന്നപ്പോൾ 2 ദിവസമായിട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല.
നമ്മുടെ ഇടയ്ക്കും ഒരു നേരത്തെ ഭക്ഷണമില്ല. അതെ നമ്മളിത് പറയുമ്പോൾ വിചാരിക്കും, ഞാൻ ഈ ക്ലാസ്സൊക്കെ കേൾക്കണം ഇതിന് മുമ്പ് ഈ പാലേറ്റീവ് നഴ്സ് ആവണ മുമ്പ് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഈ 2023 അല്ലെങ്കിൽ 24 കാലഘട്ടങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ആളുകളും. നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു 10-15ഓളം കുടുംബങ്ങൾ തന്നെ ഉണ്ട്. കാരണം അത് ഞങ്ങൾ കണ്ടറിഞ്ഞതാ. ഓരോ ദിവസവും നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായതാ. അവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന സഹായം ഓരോ മാസത്തിൽ ഒരു ഫുഡ് കിറ്റ് ആയിക്കോട്ടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ, ഹോം കെയറിലേക്ക് പോകുമ്പം ഒരുപാട് ആൾക്കാർക്ക് ഒരു കൺസേൺസ് ചോദിക്കത്തില്ല, ഒരുപാട് ചോദ്യങ്ങൾ വരത്തില്ല? തീർച്ചയായിട്ടും പാലിയേറ്റീവ് ടീമിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലും കൺസേൺസ് വരുന്നത് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനാണ് കൂടുതലും അവർ വന്ന് ചോദിക്കുന്നത്, എൻ്റെ അച്ഛനമ്മയ്ക്ക് അസുഖം ഇത്തിരി മൂർച്ഛിച്ചു, അതായത് ലാസ്റ്റ് സ്റ്റേജ് ആയി, അപ്പം ഞങ്ങൾ ഇത് അച്ഛനോടും അമ്മയുടെ അടുത്തും പറയണോ എന്നൊരു ചോദ്യം വരാറുണ്ട്. എന്താണ് അവിടെ അത് ഞങ്ങൾ പറയാറ്, ഇപ്പൊ ഒരു നഴ്സിനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനോ അത് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ആ ഉത്തരത്തിലേക്ക് നയിക്കാനായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ഗൈഡിൽ? അതിപ്പോ നമ്മളിപ്പോ അവരോട് പറയാണ്, നിങ്ങളുടെ അച്ഛന് ഇത് അല്ലെങ്കിൽ അച്ഛനല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ അസുഖത്തെക്കുറിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് പറയണം. കാരണം അത് അറിയാനുള്ളത് അവരുടെ അവകാശമാണ്. എന്നാൽ അവർക്ക് ഇത് അറിയാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ അത് പറയരുത്. കാരണം അവർക്ക് അത് അറിയാതിരിക്കാനും അവകാശമുണ്ട്. തീർച്ചയായും. ഇതിപ്പോൾ എങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണമെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറയുക, അച്ഛൻ ഇപ്പോൾ ഡോക്ടർ വന്ന് കണ്ടു അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ നമ്മളുടെ അടുത്ത് കുറേയും ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ. അതായത് അമ്മ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് മകൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ ഡോക്ടർ വന്നു എന്താ പറഞ്ഞേ, അല്ലെങ്കിൽ ബ്ലഡ് റിസൾട്ട് വന്നു അതിലെന്തെങ്കിലും വേരിയേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിയാൻ ആഗ്രഹം. അതെ, അവർക്ക് ആ അസുഖത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പയ്യെ ഈ അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം. അതേസമയം ഡോക്ടർ വന്നു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾ അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ അമ്മ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമില്ല. അപ്പം നമ്മൾ അവരോട് പറയാതിരിക്കുക. ടെൻഷൻ അടിക്കുന്നേക്കാളും ഭേദം പറയാണ്ട്. അതെ, ഇത് കൂടുതലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒത്തിരി സ്നേഹിക്കുന്ന പാരൻസിൻ്റെ മക്കളുള്ള പാരൻസിൻ്റെ അടുത്തു നിന്നായിരിക്കും. കാരണം അവർക്ക് ടെൻഷനാണ്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് ടെൻഷനാവും. അതെ, പക്ഷെ ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക, പയ്യെ പറയുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ആരെങ്കിലോടും വഴക്കായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാനായിരിക്കും. അതൊക്കെ അവർക്ക് തീർത്ത സമാധാനത്തിൽ അവർക്ക് ഇരിക്കാം. ഇപ്പം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മകൻ വന്നിട്ട് ചിലപ്പോൾ മകന് അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനെങ്ങാനും എന്നോട് ഈ അസുഖത്തെക്കുറിച്ച് ചോദിച്ചാലോ എന്നോർത്തിട്ട് മകൻ മാറും. അപ്പോൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു, അത്രയും നാൾ ചിലപ്പോൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന മകൻ ചിലപ്പോൾ പെട്ടെന്ന് അച്ഛനിൽ നിന്ന് മാറിപ്പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ കള്ളങ്ങൾ പറഞ്ഞിങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ മകനിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ചിലപ്പോൾ അച്ഛന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് വിഷമം തോന്നും, എന്താ അവനിപ്പോൾ എന്നെ പണ്ടത്തെ പോലെ എന്നോട് മിണ്ടുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അവരെന്താ ചിന്തിക്കുന്നത്, ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരെ ചിന്തിക്കും. അവരെന്താ ചിന്തിക്കണേന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മകന് ഈ അച്ഛനോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കും മകൻ ഈ കാര്യം പറയാത്തത്. പല കുടുംബങ്ങളിലും നടക്കുന്നത് ഇത് തന്നെയാണ്. പലരും അറിയുന്നില്ല എന്താണ് അസുഖം, അറിയാതെ. തീർച്ചയായിട്ടും. അപ്പൊ ആ മകൻ ഈ അച്ഛനോട് പയ്യെ ഈ അസുഖത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഈ മകന് അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് കൂടെ കിടക്കാൻ സാധിക്കും. എത്രയോ നേരം വേണമെങ്കിൽ അച്ഛനോട് സംസാരിക്കാൻ പറ്റും. ഈ കള്ളത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അസുഖത്തെക്കുറിച്ച് പറയുക. അന്ന് അറിയാൻ ആഗ്രഹമില്ലെങ്കിൽ പറയണ്ട. ശരിയാണ്, വളരെ ശരിയാണ് സിസ്റ്റർ. കാരണം പല കുടുംബങ്ങളിലും ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അവർക്ക് എന്തെങ്കിലും ബാക്കി വെക്കാനുണ്ടെങ്കിൽ അത് നിറവേറ്റുക എന്നുള്ളത് മക്കളുടെ ഒരു കടമ തന്നെയാണ്. അവർക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ബാക്കിയുള്ള നാളുകൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അതെ. എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന നഴ്സുമാരോട് പറയാനുള്ളത്? എനിക്ക് പറയണം, നമ്മളിലുള്ള ചെറിയ അറിവുകളാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വന്നത് മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവർ അറിയണം. ഈവൻ പാലിയേറ്റീവിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവർ അറിഞ്ഞാലേ നമുക്കതും കൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം എനിക്കെല്ലാം, ഇപ്പം ഈ പാലിയേറ്റീവിനെ കുറിച്ച് എനിക്കെല്ലാം പറഞ്ഞു, ഈ നാളെ ഈ സാഹചര്യത്തിൽ ഞാനോ നീയോ ആര് വേണമെങ്കിലും സിസ്റ്ററോ ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കെയർ കിട്ടണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതെ, അറിവുണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന ഓരോ അവസരത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ
മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. അപ്പം പാലിയേറ്റീവ് കെയറിനെ ഒറ്റൊരു വാക്കിൽ എങ്ങനെയായിരിക്കും സിസ്റ്റർ പറയുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്ക് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടി ജീവിക്കണം. നമ്മൾ പാലിയേറ്റീവ് കെയർ ഏത് കാര്യങ്ങളും നീട്ടി സ്വീകരിക്കണം, ഭയക്കാതിരിക്കുക, ചിന്താഗതി മാറ്റുക, ഭയക്കാണ്ടിരിക്കുക, പാലിയേറ്റീവ് കെയർ സ്വീകരിക്കുക. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും സിസ്റ്റർ വഴി. എങ്ങനെയാണ് പാലിയേറ്റീവ് കെയർ, ഇതിലേക്ക് എങ്ങനെയാണ് വരുന്നത്, ഒരുപാട് മോട്ടിവേഷനാണ് നമുക്ക് കിട്ടിയത്. അടുത്ത മോട്ടിവേഷൻസും സ്റ്റോറീസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.